അദ്ദേഹവും ബില്ലിന്മേൽ ചർച്ചയുണ്ടാകില്ല എന്ന് പറഞ്ഞതാണ് കൂടുതൽ ആശങ്കയിലേക്ക് ബിനോയിലേക്ക് തിരികെ എത്താം. വൈദിക ട്രസ്റ്റി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമീൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, ഇപ്പോൾ നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം ഈ ബില്ല് ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ബില്ല് ഇന്ന് ലോക്സഭയിൽ പാസ്സാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്താണ് പ്രതീക്ഷ? FCR ബില്ലിനെ പറ്റിയുള്ള ക്രൈസ്തവ സഭയുടെ ആശങ്കകൾ ഈ ദിനങ്ങളിൽ വളരെ പ്രകടമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും പ്രത്യേകിച്ച് അതിന്റെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി ആശങ്ക വളരെ ശക്തമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് അംശങ്ങൾ അതിലുണ്ട് എന്നുള്ളത് അത് പഠിക്കുന്ന എല്ലാവർക്കും ബോധമുള്ളതാണ്. കാരണം ഇപ്പോൾ നിലവിൽ തന്നെ ഈ ഭേദഗതികൾ വരുന്നതിന് മുമ്പ് തന്നെ FCR റെഗുലേഷൻസ് വളരെ കർക്കശമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുടെ ഉൾപ്പെടെയുള്ള FCR ഫണ്ടുകൾ നിരവധി അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും വ്യക്തമായ കാരണങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്താതെ അതിലൂടെ പണം സഹിതം വർഷങ്ങളോളം ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒന്നല്ല ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ നിലനിൽക്കുകയാണ്. അത് കുറച്ചുകൂടെ ദുഷ്കരമാക്കുവാൻ, കുറച്ചുകൂടെ വരുതിയിലാക്കുവാൻ മാത്രം വളരെ പ്രീപ്ലാൻഡായിട്ടുള്ള ഭേദഗതികളാണ് എന്ന് സംശയരഹിതം പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇത് ഒരു പ്രത്യേകമായ അജണ്ട ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം പുറമെ നമുക്കറിയാം ഈ നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ചിലതിനെ ലേബൽ ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലേബൽ ചെയ്തിരിക്കുന്നത് ഈ വിദേശ ഫണ്ടിന്റെ ദുരുപയോഗം തടയുക, അല്ലെങ്കിൽ അത് മറ്റ് പല ദേശവിരുദ്ധ പ്രക്രിയകൾക്ക് ഉപയോഗിക്കുന്നു ക്രോസ് ചെക്ക് ചെയ്യുക, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിലും എല്ലാവർക്കും അറിയാം, നിഷ്പക്ഷമായി കാണുന്നവർക്കറിയാം ഇതിന് പിന്നിൽ ഒരു യഥാർത്ഥമായ വ്യക്തമായ ക്ലിപ്തമായ ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ടയാണ് ഇവിടെ തുറന്നു കാണിക്കേണ്ടത്. ഈ അജണ്ടയോടാണ് നമ്മൾ പ്രതിരോധം രൂപപ്പെടുത്തേണ്ടതെന്നാണെന്ന് ചിന്തിക്കുന്നത്. കാരണം ക്രൈസ്തവ സഭകൾക്ക് കഴിഞ്ഞ നാളുകളിലും ഇനിയും ആണെങ്കിലും ലഭിക്കുവാൻ പോകുന്ന വിദേശ സാമ്പത്തിക സഹായം ക്രൈസ്തവ സമുദായ അംഗങ്ങളുടെ മാത്രം വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തി എന്ന് നിഷ്പക്ഷമായി ഭാരതത്തിന്റെ ചരിത്രം, അതിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചരിത്രം പഠിക്കുന്നവരാരും അങ്ങനെ വിലയിരുത്തും. ഇതിനോട് എതിർപ്പുള്ളവർ പോലും അങ്ങനെ വിലയിരുത്തും എന്ന് തോന്നുന്നില്ലല്ലോ. അവർ വളരെ ക്രിയാത്മകമായി പല മേഖലകളിലും പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന് നന്മകൾ അനുഭവിക്കുകയും ചെയ്തൊരു സമൂഹമാണ് ഭാരതീയ സമൂഹം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായ ഒരു അജണ്ട, അത് പൊളിറ്റിക്കലാകാം അല്ലെങ്കിൽ മതപരമായ അജണ്ടകളാകാം, എന്തോ ഒരു ക്ലിപ്തമായ ഒരു അജണ്ടയുടെ നിലയിൽ രൂപീകരിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെടുന്ന ഭേദഗതികളായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുവാൻ തക്കോണം കഴിയുക. അതിന് യാതൊരു സംശയവുമില്ല. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നിരപേക്ഷതയുടേതാണ്. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷത്തിനോ ന്യൂനപക്ഷത്തിനോ ഒരു അമിതമായ സ്വാധീനമില്ലാതെ എല്ലാവരെയും ബാലൻസ് ചെയ്യാൻ തക്കവണ്ണം ഉള്ള സംവിധാനങ്ങൾ ഭരണഘടന പിതാക്കന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇവയൊക്കെ ഭേദഗതികൾ എന്ന പേരിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണം എന്ന പേരിൽ ബോധപൂർവം അടിച്ചമർത്തുന്ന ഒരു ശൈലിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം FCR റെഗുലേഷൻസിൽ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ രൂപപ്പെട്ട പല ഭേദഗതികളെ പറ്റി ഇപ്പം മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ മാധ്യമങ്ങൾ ഈ ഭേദഗതികളുടെ ഒക്കെ ഇന്റൻഷനിലും അത് ലേബലൈസ് ചെയ്തത് എന്താണ്? മറ്റൊരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് ലേബലൈസ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? സഭകളുടെ വിദേശ ഫണ്ട് എന്ന് പറയുന്നത്, ഇപ്പം ഓർത്തഡോക്സ് സഭയെ പറ്റി അതിന്റെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ കൂടി എനിക്ക് സധൈര്യം പറയാൻ കഴിയും, ഓർത്തഡോക്സ് സഭയ്ക്ക് വിദേശത്ത് വരുന്ന സംഭാവനകൾ ഏതെങ്കിലും വിദേശ ഏജൻസിയുടേതല്ല. ഇവിടെ നിന്ന് അവിടേക്ക് ജോലിക്കായി കടന്നുപോയ ഈ സഭയിലെ അംഗങ്ങൾ, അവർ ആക്ച്വലി ഈ മണ്ണിന്റെ മക്കളാണ്, അല്ലെങ്കിൽ സഭയുടെ മക്കളാണ്. അവിടെ വന്ന് സഭയ്ക്ക് തരുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. അവർ സഭയ്ക്ക് ന്യായമായും അതിന്റെ ഭരണഘടനാനുസൃതമായും അല്ലെങ്കിൽ അവർ മനസ്സോടെയൊക്കെ നൽകുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്.
ആ കോൺട്രിബ്യൂഷൻസ് പോലും സ്വീകരിക്കുവാൻ തക്കമുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും അങ്ങനെ സഭ രൂപപ്പെടുത്തിയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കഴിയാത്തൊരവസ്ഥ സംജാതയും ചെയ്യുമ്പോൾ അതൊരു മറ്റൊരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സംവിധാനങ്ങളല്ലേ രൂപപ്പെടുത്തുക. ഒരു ഒരു സമൂഹത്തെ മുഴുവനും മറ്റൊരു തരം അടിയന്തരാവസ്ഥയുടെ നിഴലിൽ നിലനിർത്തുമ്പോൾ അതിൽ പ്രതിഷേധിക്കുക എന്നത് ഭരണഘടന നൽകുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ എന്ന നിലയിൽ ക്രൈസ്തവമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുക എന്നത് സഭയുടെ ഏറ്റവും അനിവാര്യമായ ഉത്തരവാദിത്വമല്ലേ. ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിർവഹിക്കും. ഇന്നത്തെ എന്നോട് ബഹുമാനപ്പെട്ട അവതാരിക ചോദിച്ച പോലെ തന്നെ ഇന്നത്തെ പാർലമെന്റിൽ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനാധിപത്യവാദികളാണ് ഞങ്ങൾ. പക്ഷേ ജനാധിപത്യത്തിൽ ഈ വ്യത്യസ്തമായ സ്വരങ്ങളെ അംഗീകരിക്കാനും മാനിക്കുവാനും കൂടെ ജനാധിപത്യത്തിന് കഴിയുമ്പോഴാണ് ജനാധിപത്യത്തിന് ശക്തി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വളരുന്ന ഏകാധിപത്യമാണ്. ഏകാധിപത്യങ്ങളൊന്നും ലോകത്തിൽ ഒരു നന്മയും പ്രദാനം ചെയ്തിട്ടില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വളരെ രക്തരൂഷിതമായ അടിച്ചമർത്തലിന്റെയും വംശീയ ഹത്യയുടെയും അരാജകത്തിന്റെയും ചരിത്രമാണല്ലോ ഏകാധിപത്യത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനാധിപത്യവാദികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്, പാർലമെന്റിൽ വിശ്വാസമുണ്ട്, നിയമവ്യവസ്ഥകളിലും വിശ്വാസമുണ്ട്, കോടതികളിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു സമൂഹമാണ് ഞങ്ങൾ. പക്ഷേ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം എന്ന പേരിൽ ബഹുസ്വരതകളെ അടിച്ചമർത്താനും വ്യത്യസ്തമായ ശബ്ദങ്ങളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുവാനും ഒക്കെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ രൂപപ്പെടുക തന്നെ ചെയ്യും. അതാണ് എഫ് സി ആർ എന്ന നിലയിൽ ഫണ്ടിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് പറയട്ടെ. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ നോക്കാൻ കഴിയുമല്ലോ. എന്താണ് ആശങ്കകൾ, എന്താണ് ക്രൈസ്തവ സഭകൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ചുകൊണ്ടാണോ നിൽക്കുന്നത് ഈ 10 വർഷമായി? എന്തൊക്കെ പലപ്പോഴും ഇന്നലെ പല ചർച്ചകളും ചോദിക്കുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് അങ്ങ് കണക്ക് കൊടുത്താൽ പോരെ, കുഴപ്പമുണ്ടാകുമോ? വളരെ കൃത്യമായി വളരെ സ്ട്രിക്റ്റായി പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെ പറ്റി പറയാൻ കഴിയും. വിവിധ ഇടങ്ങളിൽ പാസാക്കി ചർച്ച ചെയ്ത് നൽകിയ കണക്കുകളാണ്. അപ്പൊ ആ കണക്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ? നമുക്ക് ആരോപണങ്ങളോട് മറുപടി പറയാം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അതല്ല പൊതുവായി ഇങ്ങനെ സഭകളെ സമ്മർദ്ദത്തിലാക്കുന്ന രീതി പ്രതിഷേധാർഹമാണ്. തീർച്ചയായും അത്യന്തം പ്രതിഷേധാർഹമാണ്. അതെ ഫാദർ, അതുപോലെ തന്നെ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. അപ്പോഴും BJP ആവർത്തിക്കുന്നത് ആശങ്ക വേണ്ടതില്ല, ക്രൈസ്തവരെ ഇതൊരു രീതിയിലും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. BJPയുടെ ഈ ഒരു നിലപാടിനോട് ഫാദറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അഥവാ ഈ ഒരു ബില്ല് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ക്രൈസ്തവ സഭയെ ബാധിക്കുന്നത്? അതിപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായാലും മറ്റേത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും FCR നമുക്കറിയാം, നമ്മള് നിയമസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ച ഒരു കരട് ബില്ലിന്മേലാണ് ചർച്ച നടത്തുന്നത്. ആ കരട് ബില്ലിലെ വ്യവസ്ഥകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നാം പ്രതിരോധം രൂപപ്പെടുത്തുന്നത്. അതിന്മേൽ നമുക്ക് ആശങ്കകൾ വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ചില നേതാക്കന്മാരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ക്രൈസ്തവ നേതാക്കന്മാരെയോട് രൂക്ഷമായി വിമർശിക്കുന്നത് കണ്ടു. ഒരു ബില്ല് ഓൾറെഡി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ബില്ലിന്റെ വ്യവസ്ഥകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ ലഭ്യമായ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ക്രൈസ്തവ സഭകളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആണ് ഓൾറെഡി ഞങ്ങൾ എംഫസൈസ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത്. ഓൾറെഡി കഴിഞ്ഞ കുറെ നാളുകളായി ഈ FCR സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ഇത് ഈ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ FCR സമ്മർദ്ദം വളരെ രൂക്ഷമായി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അത് ഞങ്ങൾ ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനപ്പുറത്ത് അത് പോരാ, കുറച്ചുകൂടെ ഇതിനെ ഇരുമ്പും മറകൾക്കുള്ളിൽ തളച്ചിടണം എന്ന വലിയ ബോധ്യത്തിൽ ഭേദഗതികൾ കൊണ്ടുവരുമ്പോ ആശങ്കകളൊന്നും വേണ്ട എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരും. ഫാദർ, അതുപോലെ തന്നെ ബില്ലിൽ ഇനി ചർച്ചയില്ല എന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒക്കെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലോക്സഭയിൽ ബില്ല് പാസ്സാക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും അടുത്ത തുടർ നടപടി? അത് തീർച്ചയായിട്ടും വിവിധ തലങ്ങളിൽ ആലോചിച്ച് നമുക്കറിയാം, ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിൽ ഒരു ബില്ല് പാസ്സായാൽ പിന്നെ നിയമത്തിന്റെ വഴിയിൽ പോവുക അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് ആ സാധ്യതകളെ പറ്റി നിയമജ്ഞനുമായും മറ്റു പലരുമായിട്ടും ഒക്കെ ആലോചിക്കേണ്ടി വരും. അല്ലാതെ തരത്തിലുള്ള എന്തൊക്കെ തരം പ്രതിഷേധങ്ങളാണ് ക്രൈസ്തവ സഭകൾക്ക് ജനാധിപത്യപരമായി ആവിഷ്കരിക്കാൻ കഴിയുക, അവയെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. എല്ലാ ഓപ്ഷൻസും ചിന്തിക്കേണ്ടി വരും.
ഇപ്പോൾ ഫാദർ, ഈ ഒരു കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് കേന്ദ്രം ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കാൻ ഒരു നടപടിയൊക്കെ കൈക്കൊള്ളുന്നത് ഒരു അജണ്ടയുടെ ഭാഗമാണോ? കേരളത്തെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പറ്റി അറിയാവുന്ന, കേരളത്തിന്റെ മണ്ഡലങ്ങളെ പറ്റി അറിയാവുന്ന, മണ്ഡലങ്ങളുടെ സ്വഭാവത്തെ പറ്റി അറിയാവുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ ഒരു ഭേദഗതികൾക്ക് തയ്യാറെടുക്കുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അത് ആത്മഹത്യാപരമായ ഒരു സമീപനമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനും പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം കേരളത്തിന്റെ ഘടനയെ പറ്റി എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടല്ലോ. അതിനും പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയേണ്ട ബോധ്യമില്ല. രാഷ്ട്രീയ ഒരു ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു അജണ്ട കേരളം പോലൊരു സംസ്ഥാനത്തിൽ എങ്ങനെ വരുമെന്നുള്ളത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ശരി, വ്യക്തമാണ് ഫാദർ. നന്ദിയുണ്ട്. ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിലാണ് നമുക്കൊപ്പം ചേർന്നത്. വൈദിക ട്രസ്റ്റ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഫാദറാണ് തോമസ് വർഗീസ് അമ്മയിൽ. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിൽ ഇന്നാണ് ലോക്സഭയിൽ ചർച്ച